പ്രതിസന്ധികളിൽ എപ്പോഴും നാം ശ്രദ്ധിക്കുന്നത് നമ്മേക്കാൾ വേദന അനുഭവിക്കാത്തവരുടെ ജീവിതത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ നമ്മേക്കാൾ വേദന അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ വേദന കാണുകയും അവരോടൊപ്പം ചേരുകയും അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയും ചെയ്താൽ നമ്മുടെ വേദന താനെ അലിഞ്ഞില്ലാതായി മാറുന്നത് നമുക്ക് കാണാം. നമ്മുടെ പെരുവിരലിൽ ഊന്നി നിന്നാൽ നമുക്ക് ശക്തമായ വേദന അനുഭവപ്പെടും. എന്നാൽ എല്ലാ വിരലിലും ഒരേപോലെ ബലം കൊടുത്തിട്ടാണ് നാം നേരെ നിൽക്കുന്നതെങ്കിൽ ആ വേദന ലഘൂകരിക്കപ്പെടും. കാരണം എന്താണ്? ഒരു വിരൽ അനുഭവിക്കുന്ന വേദന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു പോയതുകൊണ്ടാണ്. പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ താൻ പരാജയപ്പെട്ടു എന്നറിഞ്ഞാൽ ദുഃഖം തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ ഏറ്റവും അടുത്ത ചങ്ക് കൂട്ടുകാർ പോലും തോറ്റുപോയി എന്നറിയുമ്പോൾ ഒരു സുഖം തോന്നും. ആ പരാജയം ഒരു പരാജയമല്ലാതായി തോന്നും. രണ്ടർത്ഥത്തിലും ദുഃഖം തോന്നേണ്ടതാണ്. പക്ഷേ തന്നെപ്പോലെ തൻ്റെ കൂട്ടുകാരനും അല്ലെങ്കിൽ കൂട്ടുകാരിയും ദുഃഖത്തിലാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം തന്നെ നമ്മൾ പുറത്തിറങ്ങി നോക്കും, അയൽപക്കത്തെ വീട്ടിൽ കറണ്ടുണ്ടോ? അവിടെയില്ല, ഓ സമാധാനമായി. അവിടെ കറണ്ടുണ്ടോ? എൻ്റെ വീട്ടിൽ കറണ്ടില്ലെങ്കിലാണ് നമുക്ക് ദുഃഖം. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അവിടെ ലഘൂകരിക്കപ്പെടും. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ മതിപ്പോടെ കാണാനും നിങ്ങൾക്ക് കഴിയും. പക്ഷേ പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെക്കാൾ മുകളിലുള്ളവരെയാണ്. കണ്ടോ, അവൾ തഹജ്ജുദ് നമസ്കരിക്കുന്നു, അവൻ കൃത്യമായി 5 വഖത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. എനിക്കും അതുപോലെയാകണം. പരലോകത്തിൻ്റെ വിഷയത്തിൽ തന്നേക്കാൾ ഉയർന്നവരിലേക്കും ദുനിയാവിൻ്റെ വിഷയത്തിൽ തന്നേക്കാൾ താഴ്ന്നവരിലേക്കും നോക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു.